ഹലോ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് ഒരടിപൊളി ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഈ സ്പെഷ്യൽ ഇറച്ചിച്ചോറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഇറച്ചിച്ചോറ് മട്ടൻ, ബീഫ്, ചിക്കൻ എന്നിവ കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ കാണിക്കുന്നത് മട്ടൻ കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ്. 600 ഗ്രാം മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 2 വലിയ സവാള സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. സവാള നന്നായി സോട്ടായി വരുന്ന സമയത്ത് 5 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി അല്ലി എന്നിവ ക്രഷ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് തക്കാളി 2 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് കുക്കായി കിട്ടുന്നത് വരെ സോട്ട് ചെയ്തെടുക്കണം. തക്കാളി ഇപ്പോൾ നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മട്ടൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ മട്ടൻ മസാലയ്ക്ക് പകരം മീറ്റ് മസാലയാണെങ്കിലും ഉപയോഗിക്കാം. മസാലയുടെ റോസ്മെല്ലൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല ഇതിലേക്ക് നന്നായി പിടിക്കുന്നതിന് വേണ്ടി 5 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒരു കൈപ്പിടി നിറയെ മല്ലിയില, 4 തണ്ട് കറിവേപ്പില, 3-4 പുതിനയില എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി കുക്കർ ക്ലോസ് ചെയ്ത് 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. 4 വിസിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ ഫുള്ള് റിലീസ് ആവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി റൈസ് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി വയനാടൻ ഖൈമ ജീരകശാല റൈസ് 3 കപ്പ് വെള്ളത്തിൽ 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം. 2 കപ്പ് തേങ്ങാപ്പാൽ, 10 കാഷ്യൂസ് 1/2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തത്. ഇത്രയുമാണ് റൈസിന് വേണ്ടത്. ഇനി റൈസ് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് നന്നായി ഹീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ബേ ലീഫ്, 1 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക, 1 ജാതിപത്രി എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ചൂടായി വരുന്ന സമയത്ത്
ഒരു സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കണം. കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന സമയത്ത് കുക്കറിൽ നിന്നും മട്ടൻ കുക്ക് ചെയ്ത വെള്ളവും സെപ്പറേറ്റ് ചെയ്യാം. മട്ടൻ കുക്ക് ചെയ്തപ്പോൾ 1 കപ്പ് വെള്ളമാണ് കിട്ടിയത്. സവാള കളർ ചേഞ്ചായി വരുന്ന സമയത്ത് മട്ടൻ കുക്ക് ചെയ്ത 1 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കാഷ്യൂ പേസ്റ്റും 2 കപ്പ് തേങ്ങാപ്പാലും 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഹൈയിലാക്കി അടച്ചു വെച്ച് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളക്കാൻ തുടങ്ങുമ്പോൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഡ്രെയിൻ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ബോയിൽ ചെയ്തെടുക്കാം. നന്നായി ബോയിലായി 5 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം നന്നായി ഡ്രൈ ആയി വരും. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം നന്നായി ഡ്രൈ ആകുന്നതിന് വേണ്ടി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. വെള്ളം ഇതുപോലെ നന്നായി ഡ്രൈ ആയി വരുന്ന സമയത്ത് കുക്ക് ചെയ്ത് വെച്ച മട്ടൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് നന്നായി കുക്കായി കിട്ടും. ഇപ്പോൾ റൈസ് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ ഇറച്ചിച്ചോറ് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. മട്ടൻ കൊണ്ടുണ്ടാക്കിയെടുത്ത ഈ ഇറച്ചിച്ചോറ് വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണ ഇറച്ചിച്ചോറിൽ നിന്നും വ്യത്യസ്തമായി തേങ്ങാപ്പാലും കാഷ്യൂ പേസ്റ്റിലും റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുതേ. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.